അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ മുഹറം മാസത്തിലെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മജ്ലിസുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് സമാധാനം നിറഞ്ഞൊരു പുതുവർഷം അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സമ്മാനമായി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു കൊല്ലം എല്ലാ കാര്യങ്ങളും നമുക്ക് അല്ലാഹു അനുകൂലമാക്കി തരട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, മാരകമായ വിപത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നെല്ലാം ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഒരുപാട് സങ്കടങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലുന്ന അദ്കാറുകൾ മുഴുവനും നമ്മുടെ സങ്കടങ്ങൾ തീർക്കാനും നമുക്ക് എന്ത് പ്രയാസമുണ്ടോ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാനും രക്ഷയുടെ മന്ത്രങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട അദ്കാറുകളാണത്. ആ ദിക്റുകൾ ചൊല്ലിയിട്ട് അല്ലാഹുവിലേക്ക് നമുക്ക് കൈ ഉയർത്തണം. അല്ലാഹു ഒരു വർഷം രക്ഷയുടെ വർഷമാക്കി തരുമാറാകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാവൽ നൽകട്ടെ. എന്ത് ലക്ഷ്യത്തിലാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ആ ലക്ഷ്യം അല്ലാഹു പൂർത്തീകരിക്കട്ടെ. രക്ഷയുടെ ദിക്റ് ഒന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. 40 അതിൻ്റെ കണക്ക്. നമുക്കൊരു 40 തവണ ചൊല്ലിയാലോ? എല്ലാവരും റെഡിയല്ലേ? മനസ്സറിഞ്ഞ് കുറച്ച് സമയം നമുക്കുള്ളൂ. 40 തവണ നമുക്കൊന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന ചൊല്ലാം. ആഴക്കടലിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ ഇരുട്ടിലാണ് യൂനുസ് നബി അലൈഹി സ്വലാം. അവിടെ നിന്ന് ഇരുട്ടിന് മേൽ ഇരുട്ട്, ഒരു മത്സ്യം കൂടെ വിഴുങ്ങി. ആ വയറിനകത്ത് കൂരാക്കൂരി ഇരുട്ടത്തിരുന്ന് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റ് ചൊല്ലിയപ്പോൾ 40ാമത്തെ ദിവസം അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസത്തിൽ നിന്നും നമ്മെ കരകയറ്റും അല്ലാഹ് ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട്. ആരാ നമുക്ക് പഠിപ്പിച്ചിരുന്നേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനസ്സറിഞ്ഞ് വേറൊരു ഭാഗത്തേക്കും ചിന്ത പോകാതെ ഖൽബിൽ തട്ടിയിട്ട് ഒന്ന് ചൊല്ലിക്കേ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഈ രക്ഷയുടെ മന്ത്രങ്ങൾ ഞങ്ങൾ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. ഒരുപാട് വേദനകളുണ്ട് അല്ലാ, പ്രയാസങ്ങളേറെയുണ്ട് അല്ലാ, സങ്കടങ്ങൾ ഒരുപാടുണ്ട് അല്ലാ. എല്ലാം അറിയുന്ന നാഥാ, എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റബ്ബേ. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്ത നാഥാ, ഞങ്ങളിൽ കടക്കെണിയിൽ പെട്ടവരുണ്ട്, മാരക രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾക്ക് സന്താനങ്ങൾക്ക് തന്നെ രോഗമാണെന്ന് പറഞ്ഞവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എല്ലാവർക്കും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണേ അല്ലാ. നീ പരിഹാരം നൽകണേ അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാണ് അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഇനി രക്ഷയുടെ ഒരു ദുആയുണ്ട്, അതൊരു ആയത്താണ് അല്ലേ. രക്ഷയുടെ ദുആ എല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്താണ്. മനസ്സറിഞ്ഞ് എത്ര തവണ ചൊല്ലണം? നമുക്ക് ഒരു 11 തവണ ചൊല്ലിയാലോ? ചെറിയ ആയത്തല്ലേ, എന്ന് എന്നോടൊപ്പം ചൊല്ലിക്കേ. بسم الله الرحمن الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. മനസ്സറിഞ്ഞ് എന്താ അതിന്റെ ആശയം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലലംന അൻഫുസന, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്തവരാണല്ലാ. ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോയേക്കുമല്ലാ. ആ ബോധ്യത്തിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് 11 പ്രാവശ്യം ചൊല്ലിക്കുക. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷയുടെ ദുആയാണ്. ഈ ദുആ കൊണ്ട് അല്ലാഹു കാത്തു രക്ഷിക്കും എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, മനസ്സറിഞ്ഞ് റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن
من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين അർഹമുർറാഹിമായ കരുണക്കടലായ റഹ്മാനേ, പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ 2 ദിക്റുകൾ അത് വിശുദ്ധ ഖുർആനിലെ ആയത്താണല്ലോ അല്ലാഹ്. രക്ഷയുടെ ദുആഉം രക്ഷയുടെ ദിക്റും ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നീ രക്ഷ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മദ്ഹ് അല്ലേ, അവിടുത്തെ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരം. അല്പം മുത്തുനബി തങ്ങളുടെ മദ്ഹ് നമുക്ക് ചൊല്ലണ്ടേ? അല്ലാഹു സ്വീകരിക്കട്ടെ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الله 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 عليه توكلوا أنت أم الأبول ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الله 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 عليه توكلوا أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الله 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 عليه توكلوا إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الله 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 عليه توكلوا الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله
ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ബറക്കത്ത് കൊണ്ട് പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട് നാഥാ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ കാവലേകണേ അല്ലാഹ്. ഇനി ഈ മുഹറത്തിലെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് നമ്മൾ പതിവാക്കേണ്ട തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത് ഒരു 7 തവണ മനസ്സറിഞ്ഞ് നമുക്കൊന്ന് ഓതാം. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് 2 ആയത്ത് എന്നാണ്. മുത്തുനബിയുടെ മൗലിദ് തന്നെയാണ് ആയത്തിലുള്ളത്. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, യതീമായ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി അവളുടെ വിവാഹത്തിന് വേണ്ടി അതിലേക്ക് ഹദിയ ചെയ്യാൻ പറഞ്ഞപ്പോൾ പല ആളുകളും പരിശുദ്ധമായ മുഹറം രാവിലെ ഹദിയ ചെയ്തു. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. മുഹറം 10 വരെ നമുക്കത് തുടരണം. കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. അള്ളാഹു അത് വേസ്റ്റ് ആക്കൂലല്ലോ. അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ വീട് നിർമ്മാണത്തിലേക്ക് ആളുകൾ ഹദിയ ചെയ്തിട്ടുണ്ട്. ഒരു ആലിമിന്, ഒരു യത്തീമിന് നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കൂലേ? ഉറപ്പല്ലേ? പടച്ചോൻ നമ്മളെ കൈവിടൂലല്ലോ. എല്ലാ ദിക്റുകളും ചൊല്ലുന്നതോടൊപ്പം ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹ് നമ്മളെ ചേർത്ത് പിടിക്കുന്നേ. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശാണെന്ന് പറഞ്ഞത് ഏത് നിസ്കാരക്കാർക്കാണ്? പാവപ്പെട്ടവരെ പരിഗണിക്കാത്ത, യത്തീമിനെ പരിഗണിക്കാതെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ അമലുകളൊക്കെ ചെയ്യുന്നതോടൊപ്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചാൽ അള്ളാഹ് നമ്മളെ താങ്ങിയെടുക്കും. പടച്ചറബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അള്ളാഹു അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ആ ഒരു സഹായം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. പ്രത്യേകം നമുക്ക് ദ്വാരക്കണം അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ലഖദ് ജാഅക്കും എന്നുള്ള ആ ആയത്ത് തുടങ്ങുന്ന 2 ആയത്ത്, തൗബയിലെ അവസാനത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ഓതണം. 7 തവണ ഒന്ന് ഓത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു 11 തവണ ചെറിയൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആർക്കാം. ദുആയിന് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലൊരു മരുന്നാണത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലിഹി اللهم صل على النور وأهله 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 اللهم صل على النور وأهله. മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയാം. നമ്മളെല്ലാ മുറാദുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാം അല്ലാഹ് കാണുന്നവനാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും, നമുക്ക് സമയം കുറവാണല്ലോ, പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതുപോലെ ഞാൻ മറന്നുപോയാലും അല്ലാഹ് ഒന്നും മറക്കൂലല്ലോ. നമ്മുടെ കൽബ് അല്ലാഹ് അറിയണവനല്ലേ. ഈ സദസ്സിലിരുന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. കൽബ് പറഞ്ഞിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റഹീമായ കരുണക്കടലായ അല്ലാഹ് ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഹായിബാക്കല്ലേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്. പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ് അല്ലാഹ്, എല്ലാ പ്രതീക്ഷയും നിന്നിലാണ് റബ്ബനാ. ഞങ്ങളുടെ കൽബ് മുഴുവൻ ടെൻഷനുകൾ നിറഞ്ഞതാണ് റബ്ബേ. നിന്നെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലാഹ്. നിന്നെ അറിയാൻ, നിന്റെ മഅരിഫത്ത് കൊണ്ട് രക്ഷ പ്രാപിക്കുന്നവരിൽ ഉൾപ്പെടാൻ, നിന്നെ അറിയുന്നതിലൂടെ ടെൻഷനില്ലാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ. ഈ മുഹറം ദിനരാത്രികളിലെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവരുടെ ഖൽബറിയുന്ന നാദാ, എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്. യാ റബ്ബനാ, നീ ഞങ്ങളെ കൈവിട്ടാൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്. താങ്ങാൻ കഴിയില്ല റബ്ബേ. ഈ ദുനിയാവിലെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത ഞങ്ങള് ദുനിയാവിലെ മുഴുവൻ ചൂടിന്റെയും 70 ഇരട്ടി, ആയിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കത്തിച്ച് കരിച്ച ആ നരകത്തിലെ ചൂടെത്രയാണ് അല്ലാഹ്. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ റബ്ബേ. നിന്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ല അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഇണകളെ നന്നാക്കണേ അല്ലാഹ്. വഴികേടിലാണ് ഇണകൾ, മദ്യപാനികളാണെന്ന് പറഞ്ഞവർ അല്ലാഹുവേ നൽവഴി കാണിക്കണേ അല്ലാഹ്. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാഹ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. മാതാപിതാക്കളോട് അദബുള്ള മക്കളാക്കണേ അല്ലാഹ്. ഉമ്മാടെ കഴുത്തിന് പിടിക്കുന്ന, ഉപ്പാടെ കോളറിന് പിടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. മാതാപിതാക്കളെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്ന എത്രയെത്ര സഹോദരങ്ങളാണ് ആമീൻ പറയുന്നത്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാഹ്. മക്കളില്ല ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, രക്ഷയുടെ അധികാരികളുടെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്
സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. നീ നൽകിയാൽ ആർക്കാണ് റബ്ബേ തടുക്കാൻ കഴിയുക? ഗർഭിണികളായ സഹോദരികളുണ്ട്, പലരും പല പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും അകറ്റി സുഖപ്രസവം നൽകണേ അല്ലാ. സിസേറിയൻ പറഞ്ഞവർക്ക് അത് എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഒരു പ്രയാസവുമില്ലാതെ തന്റെ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാതെ വേദനിക്കുന്നവർ, വീട് നിർമ്മാണം തുടങ്ങിയിട്ട് നിന്നുപോയവർ, വീട് വാങ്ങണമെന്ന കൊതിയിൽ സ്ഥലം വാങ്ങാൻ പോലും പ്രയാസപ്പെടുന്നവർ, യാ അല്ലാ യാ അല്ലാ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. സ്വന്തമായി ഖൈറായ ഭവനം നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. കടങ്ങളേറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചെടുത്ത നാഥാ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടണേ അല്ലാ. നീ വീട്ടണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇഖാമക്ക് വേണ്ടി, അതുപോലെ പാസ്പോർട്ടിന് വേണ്ടി, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാം റാഹത്തിലാക്കണേ അല്ലാ. ലീവിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർ എളുപ്പമാക്കണേ അല്ലാ. ജോലിയിൽ പുരോഗതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഖൈർ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. പടച്ചവനെ, എത്രയെത്ര അസുഖബാധിതരാ മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഞങ്ങൾ തന്നെയും അസുഖങ്ങളിൽ പെട്ടവരുണ്ട്. എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. ഷാഫിയായ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. നിന്റെ ശിഫയല്ലാതൊരു ശിഫയില്ലല്ലോ അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ പോലത്തെ അസുഖങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. കിടന്ന കിടപ്പിലായി പോകുന്നൊരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്നിലാണ് പ്രതീക്ഷ മുഴുവൻ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യല്ലോ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ, എല്ലാ പൈശാചിക ഉപദ്രവവും നീ ബാത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഖൽബിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. യാ റബ്ബനാ, വിശുദ്ധ ഭൂമിയിൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാതെ മരിക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാ. ആരംഭപ്പൂവിനെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. മനസ്സ് മുഴുവൻ പ്രണയമാണ്, മദീനയോട് കൊതിയാണ്. ആ മദീനയുടെ മണ്ണിൽ വന്ന് നിന്ന് അതപോടെ ഹബീബിന്റെ പച്ചക്കുമ്പ് നോക്കിയിട്ട് വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് 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 ഉൻദുർ ഹാലനാ ഉൻദുർ അഹ്വാലനാ യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹ്, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാന് സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യിത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പടച്ചവനെ, നാളെ മഹ്ശറിൽ ഞങ്ങളുടെ പൊന്നുമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് താജ്ദാരേ മദീന, സർവരേ ആലം, സർക്കാരെ ദോ ആലം, നൂറേ മുജസ്സം, നൂറേ മുജസ്സം, നൂറേ മുജസ്സം, നൂറുൽ അവ്വലീന വൽ ആഖിരീൻ, താജുൽ അവ്വലീന വൽ ആഖിരീൻ, ശഫീഉൽ മുദ്നിബീൻ, അനീസുൽ ഗരീബീൻ, അനീസുൽ ഗരീബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, യാ ജദ്ദൽ ഹസനൈൻ, തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്.
അവിടുന്ന് തിരിഞ്ഞു നോക്കാത്തവരിൽ പെടുത്തല്ലേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്തവർ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടക്കുന്ന സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വബാഹുൽ ഖൈർ കുടുംബം, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.